Hello dear students, welcome to Wings Learning Solution. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 22 തൊട്ട് GST കൗൺസിൽ GSTയിൽ ഒരുപാട് റിഫോംസ് നടപ്പിലാക്കി. GST സ്ലാബിൽ തന്നെ മാറ്റം വരുത്തി, അതുപോലെ തന്നെ ഒരുപാട് ഗുഡ്സിൻ്റെ GSTയിൽ മാറ്റം വരുത്തി, GST റേറ്റിൽ മാറ്റം വരുത്തി. അപ്പോൾ ഇങ്ങനെ 2025 സെപ്റ്റംബർ 22 തൊട്ട് GSTയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ജെൻ GST റിഫോംസ് എന്ന് പറഞ്ഞിട്ട് GST കൗൺസിൽ നടപ്പിലാക്കിയ ഈ റിഫോംസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം, ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ 1 ജൂലൈ 2017. ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം 1 ജൂലൈ 2017 ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഏതാണ്ട് 8 വർഷങ്ങളായി ഈ ഒരു GST എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോംസ് സിൻസ് ഇൻഡിപെൻഡൻസ്. സ്വതന്ത്രലബ്ധി കാലഘട്ടം തൊട്ട് ഈ ഒരു കാലഘട്ടം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ നടപ്പിലാക്കിയ മോസ്റ്റ് റെവല്യൂഷണറി ടാക്സ് റിഫോമാണ് ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. ബൈ ബ്രിങ്ങിങ് ടുഗദർ മൾട്ടിപ്പിൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് സിസ്റ്റം. അതായത് GST നടപ്പിലാക്കുന്നതിന് മുന്നേ 2017 മുന്നേ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. സെസ്, എൻട്രി ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട്, സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ആ ഇൻഡയറക്റ്റ് ടാക്സുകളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് 2017 ഇന്ത്യൻ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തത്, GST ഇംപ്ലിമെൻ്റ് ചെയ്തത്. ദെൻ GST ക്രിയേറ്റഡ് എ കോമൺ നാഷണൽ മാർക്കറ്റ്. GST ഇന്ത്യയിൽ ഒരു കോമൺ നാഷണൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആയി, ഒരു യൂണിഫോംഡ് റേറ്റ് ആയി, യൂണിഫോംഡ് കോമൺ നാഷണൽ മാർക്കറ്റായി മാറി. റെഡ്യൂസ്ഡ് ദ കാസ്കാഡിങ് ഓഫ് ടാക്സ്. അതായത് GST നടപ്പിലാക്കുന്നതിന് മുന്നേ ഒരിക്കൽ ടാക്സ് ഈടാക്കിയ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ വീണ്ടും ടാക്സ് ഈടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനാണ് കാസ്കാഡിങ് ടാക്സ് എന്ന് പറയാം. ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഈ കാസ്കാഡിങ് ടാക്സ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ദെൻ സിംപ്ലിഫൈഡ് കംപ്ലൈൻസ് ആൻഡ് ഇംപ്രൂവ്ഡ് ട്രാൻസ്പെറൻസി. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതവും സുതാര്യവുമായി. ദെൻ ഓവർ 8 years GST ഹാസ് സ്റ്റെഡ്ലി ഇവോൾവ്ഡ് ത്രൂ ദ റേറ്റ് ഓഫ് റാഷണലൈസേഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ ബിക്കം ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇൻഡയറക്റ്റ് ടാക്സ് ഫ്രെയിംവർക്ക്. ഇന്ത്യൻ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ബാക്ക് ബോണായി, നട്ടെല്ലായി ഈ GST മാറി ഈ ഒരു 8 വർഷം കൊണ്ട്. ദ 56th മീറ്റിംഗ് ഓഫ് ദി GST കൗൺസിൽ ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ ഹാസ് നൗ അപ്രൂവ്ഡ് നെക്സ്റ്റ് ജെൻ GST റിഫോംസ്. GST കൗൺസിലിൻ്റെ 56ാമത്തെ മീറ്റിങ്ങിൽ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ ചില GST റിഫോംസ്, GST പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തു. വിത്ത് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ലീവ്സ് ഓഫ് കോമൺ മാൻ ആൻഡ് എൻഷുറിംഗ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഫോർ ആൾ ഇൻക്ലൂഡിംഗ് സ്മാൾ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് മാൻ. സാധാരണക്കാരുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും ചെറുകിട ബിസിനസ്സുകാരെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ നെക്സ്റ്റ് ജെൻ GST എന്ന് പറഞ്ഞിട്ട് 2022 തൊട്ട് 2025 സെപ്റ്റംബർ 22 തൊട്ട് ഈ ഒരു റിഫോംസ് എന്ത് ചെയ്തത്, GST കൗൺസിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ദെൻ GST കൗൺസിൽ has recommended a comprehensive reform package that includes rate rationalization with a simplified two-slab structure, 5% and 18%. നമുക്കറിയാം, മുന്നേ ഈ സെപ്റ്റംബർ 22, 2025 മുന്നേ
GSTയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ലാബുകൾ ഏതെന്ന് വെച്ചാൽ 5%, 12%, 18%, 28% എങ്ങനെയായിരുന്നു സ്ലാബുകൾ ഉണ്ടായിരുന്നത്. 5%, 12%, 18%, 28%. ഈ നെക്സ്റ്റ് ജെൻ GST റിഫോമിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, 12%, അതുപോലെ തന്നെ 28%, 12%, 28%, ഈ രണ്ട് ടാക്സ് റേറ്റ് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇപ്പോൾ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി 2025 സെപ്റ്റംബർ 22 തൊട്ട് പ്രധാനമായും 2 റേറ്റേ വരുന്നുള്ളൂ. GSTയിൽ 2 സ്ലാബേ വരുന്നുള്ളൂ, 5%, 18%, 5%, 18%. Then sweeping the rate reduction across the sectors with a focus on common man, labor intensive industries, farmers and agriculture, health, key drivers of the economy. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ GST റിഫോംസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിലീഫാണ് സാധാരണക്കാരന് കിട്ടുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുള്ള ഇൻഡസ്ട്രികൾ, മാൻ പവർ ഉപയോഗിച്ചിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഒരുപാട് ബെനിഫിറ്റ് ഈ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമേഴ്സിനും അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ GST റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ദ റിവേഴ്സ്ഡ് റേറ്റ് ആൻഡ് എക്സെപ്ഷൻ വിൽ കം ഇൻ ടു എഫക്റ്റ് ഓൺ 22 സെപ്റ്റംബർ 2025. ഇങ്ങനെ ഈ GSTയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, GST കൗൺസിൽ 56ാമത്തെ മീറ്റിംഗിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ 22 സെപ്റ്റംബർ 2025 തൊട്ടാണ് പ്രാബല്യത്തിൽ നിലവിൽ വരുന്നത്. ദെൻ സിംപ്ലിഫൈഡ് സ്ട്രക്ചറൽ ആൻഡ് സെക്ടോറിയൽ റിലീഫ്. The latest reforms mark a major simplification of GST structure. The shift to slab system of 5% and 18%. GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST സ്ട്രക്ചർ, GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST സ്ട്രക്ചർ തന്നെ സിംപ്ലിഫൈ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന 5%, 12%, 18%, 28% എന്ന് പറഞ്ഞ 4 തരത്തിലുള്ള സ്ലാബുകൾ എലിമിനേറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്തു, പ്രധാനമായും 2 സ്ലാബുകളാക്കി, 5%, 18%. റിമൂവിങ് ദ ഏർലിയർ 12%, 28% rates, it will make taxation more transparent and easier to follow. GST ഈ ഒരു റിഫോം നടപ്പിലാക്കുന്നതിന് മുന്നേ 12%, 18%, 28% എന്നൊക്കെ പറയുന്ന സ്ലാബ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം 40% ഓൺ ലക്ഷറി ആൻഡ് സിം ഗുഡ്സ് സച്ച് ആസ് പാൻ മസാല, ടൊബാക്കോ എക്സെട്ര. അതേസമയം കോമൺ ആയിട്ട് വരുന്നത് GSTയിൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് GST സ്ലാബ് വരുന്നത് 5%, 18% ആണ്. പക്ഷേ ഒരു 14% എന്ന് പറയുന്ന 40% എന്ന് പറയുന്ന സ്ലാബ് ഈ പുതിയ GST റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ GST റിഫോം 22 സെപ്റ്റംബർ 2025 മുൻപേ ഈ 40%, 40% എന്ന് പറയുന്ന GST സ്ലാബ് ഇല്ലായിരുന്നു. ഈ റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ് 40% എന്ന് പറയുന്ന സ്ലാബ് കൊണ്ടുവന്നത്. ലക്ഷറി ഗുഡ്സിനും അതുപോലെ തന്നെ പാൻ മസാല, ടൊബാക്കോ പോലുള്ള അസാഡ്സ് ഗുഡ്സിനുമാണ് 40%, 40% GST റേറ്റ് ചാർജ് ചെയ്യുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ജെൻ GST റിഫോംസ് നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ബെനിഫിറ്റ് ലോവർ പ്രൈസ് ആൻഡ് ഹയർ ഡിമാൻഡ്. നമുക്കറിയാം കൺസ്യൂമർ കൺസംഷൻ ചെയ്യുന്ന ഗുഡ്സിൻ്റെ GST റേറ്റ് റെഡ്യൂസ് ചെയ്തു. സ്വാഭാവികമായിട്ടും GST കുറയുന്ന സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ വില കുറയും. ഉൽപ്പന്നത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ സ്പെൻഡ് ചെയ്യും അവരുടെ വരുമാനത്തിൽ നിന്ന്. സ്വാഭാവികമായിട്ടും എക്കണോമിയിൽ അതൊരു ഹയർ ഡിമാൻഡ് ഉണ്ടാക്കും. സോ അതാണ് നെക്സ്റ്റ് ജെൻ GSTയുടെ ഒന്നാമത്തെ ബെനിഫിറ്റ്, ലോവർ പ്രൈസ് ആൻഡ് ഹയർ ഡിമാൻഡ്. 2, സപ്പോർട്ട് ഫോർ MSME, സ്മാൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകളൊക്കെ ഈ ഒരു നെക്സ്റ്റ് ജെൻ GST റിഫോംസ് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. കാരണം അവർ മേടിക്കുന്ന മെഷീനറി പോലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഇൻപുട്ട് ടാക്സ് എന്തായിട്ട് കുറഞ്ഞു ഈ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം
ഈ നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസ് എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി തേർഡ് വണ് റവന്യൂ ഗ്രോത്ത്. ആസ് എ സീൻ ഇൻ പാസ്റ്റ് റിഫോംസ്, ലോവർ റേറ്റ്സ് വിത്ത് ബെറ്റർ കംപ്ലൈൻസ് ഇൻക്രീസ് കളക്ഷൻ. അതായത് ഈ നമ്മൾ പറഞ്ഞു ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് പല ഗുഡ്സിൻ്റെയും ജി എസ് ടി റേറ്റ് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും വില കുറയും. വില കുറയുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൺസപ്ഷൻ ചെയ്യും, കൂടുതൽ വസ്തുക്കൾ മേടിക്കും. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ സ്പെൻഡിങ്സ് കൂടും, എക്കണോമിയിലേക്ക് പണം ഇറങ്ങും. എക്കണോമിയിലേക്ക് പണം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. റവന്യൂ ഗ്രോത്ത് ഉണ്ടാവും. സോ നമ്മുടെ കൺട്രിയുടെ റവന്യൂ ഗ്രോത്തിന് ഈ ഒരു നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നാലാമത്തെ ബെനിഫിറ്റ് എക്കണോമിക് മൊമെൻറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടി റവന്യൂ കൂടുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈ ഒരു നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ലോവർ കോസ്റ്റ്. ഇതെന്തിലേക്ക്? ഹയർ ഡിമാൻഡിലേക്ക് നയിക്കുന്നു. അതുവഴി ഗവൺമെൻറ്റിന് കൂടുതൽ റവന്യൂ കിട്ടുന്നു. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാവുന്നു. ഒരു എക്കണോമിക് മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഈ ഒരു നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എക്കണോമിക്ക് സാധ്യമാകും എന്നതാണ് നാലാമത്തെ ഒരു ബെനിഫിറ്റ്. അഞ്ചാമത്തത് സോഷ്യൽ പ്രൊട്ടക്ഷൻ. സാമൂഹികമായ ഒരു സുരക്ഷിതത്വം നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ജനങ്ങൾ സാധാരണ മേടിക്കുന്ന കൺസപ്ഷൻ ഗുഡ്സുകൾക്കൊക്കെ പല ഗുഡ്സിനും 0%, 12%, 5% ഒക്കെ ഉണ്ടായിരുന്ന റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12%, 5% ഉണ്ടായിരുന്ന ഗുഡ്സിനൊക്കെ 0% നിൽ റേറ്റഡ് കാറ്റഗറിയിൽ വന്നു. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസുകൾക്കൊക്കെ 18% ഉണ്ടായിരുന്നത് നേരെ നിൽ റേറ്റഡ് 0%ലേക്ക് കൊണ്ടുവന്നു. ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് നെക്സ്റ്റ് ജെൻ ജി എസ് ടി റിഫോംസിൻ്റെ ബെനിഫിറ്റ്. ഇനി ജി എസ് ടി സ്ലാബിൽ എന്താണ് മാറ്റം വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ബിഫോർ റിഫോം ഉണ്ട്, ആഫ്റ്റർ റിഫോം ഉണ്ട്. ഈ ഒരു 2025 സെപ്റ്റംബർ 22 മുന്നേ റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നുള്ള പ്രധാനപ്പെട്ട സ്ലാബുകൾ എന്തൊക്കെയാണ്? ജി എസ് ടി റേറ്റുകൾ എന്തൊക്കെയാണ്? ഈ റിഫോംസിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ജി എസ് ടി സ്ലാബുകൾ, റേറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിഫോർ ജി എസ് ടി റിഫോം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ജി എസ് ടി പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മുന്നേ ഏതൊക്കെ സ്ലാബാണ് ഉണ്ടായിരുന്നത്? 0%, 5%, 12%, 18%, 28%, 0%, 5%, 12%, 18%, 28%. ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കിയതിന് ശേഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സ്ലാബുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0%, 5%, 18%, 14%, 40%. ഇതിൽ കോമൺ ആയിട്ട് ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കിയതിന് ശേഷം കോമൺ ആയിട്ട് വരുന്ന റേറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 5%, 18% ആണ്. 5%, 18%. 0% എന്ന് പറഞ്ഞാൽ അതിന് നിൽ റേറ്റഡ് ആണ്, അതിന് ടാക്സ് ഇല്ല എന്നർത്ഥം. ഇനി 40% നമ്മൾ എടുത്ത് പറയാത്തത് കോമൺ ആയിട്ട് 5%, 18% പറയുന്നതിന് കാരണം ഈ 0% പറഞ്ഞാൽ നിൽ റേറ്റഡ് ആണ്, അതിന് ടാക്സ് ഇല്ല, ജി എസ് ടി ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് എക്സംപ്റ്റ് ചെയ്യുന്നു. ദെൻ 40% നമ്മൾ പറയാതിരിക്കാനുള്ള, കോമൺ ആയിട്ട് ജി എസ് ടി റേറ്റ് ആയിട്ട് പറയാതിരിക്കാനുള്ള കാരണം എക്സംഷൻ ഗുഡ്സിന്, ചില ഗുഡ്സിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ, എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില ഗുഡ്സിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ 40%. ലക്ഷറീസ് ആയിട്ടുള്ള ഗുഡ്സിനും അതുപോലെ തന്നെ ഹസാർഡ്സ് ആയിട്ടുള്ള ഗുഡ്സിന്, പാൻ മസാല, ടൊബാക്കോ പോലുള്ള ഗുഡ്സിന് മാത്രമേ 40% വരുന്നുള്ളൂ. ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും 2 സ്ലാബേ വരുന്നുള്ളൂ ആക്ച്വലി. അത് 5%, 18% ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ ടേക്ക് അവേസ് ആണ്. ഈ ജി എസ് ടിയിൽ നമ്മളൊരു ഒരു 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 പിക്ചർ നോക്കുകയാണ്, എന്തൊക്കെ മാറ്റമാണ് ഈ ജി എസ് ടി റിഫോംസിൽ. പെട്ടെന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. ഈ ജി എസ് ടി റിഫോംസിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടിയിൽ എന്തൊക്കെ സ്ലാബിൽ എന്തൊക്കെ മാറ്റമാണ് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താ? ജി എസ് ടി സിംപ്ലിഫൈഡ് ടു എ 2 സ്ലാബ് സ്ട്രക്ചർ. ജി എസ് ടി റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി ഒരു 2 സ്ലാബ് സ്ട്രക്ചറിലേക്ക്, ഒരു സിംപ്ലിഫൈഡ് സ്ട്രക്ചറിലേക്ക് ജി എസ് ടി വന്നു. കോമൺ ആയിട്ട് വരുന്ന ജി എസ് ടി റേറ്റുകൾ, ഇനി വരാൻ പോകുന്ന ജി എസ് ടി റേറ്റുകൾ 5%, 18% ആണ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. ദെൻ ജി എസ് ടി റിഫോംസ് കട്ട് ടേക്സ് ഓൺ ഹൗസ് ഹോൾഡ് എസെൻഷ്യൽ, സോപ്പ്,
ടൂത്ത്പേസ്റ്റ് ബ്രെഡ്സ് ടു 5% ഓർ നിൽ, ബൂസ്റ്റിംഗ് അഫോർഡബിലിറ്റി. അതായത് നേരത്തെ 12%ഉം 5% ഒക്കെ ഉണ്ടായിരുന്ന ഹൗസ് ഹോൾഡ് എസെൻഷ്യൽ ഹൗസ് ഹോൾഡ് ഐറ്റത്തിനൊക്കെ ഇപ്പോൾ അത് 5%ഓ 0%ഓ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ ലൈഫ് സേവിങ് ഡ്രഗ്സ് മെഡിസിൻസ് റെഡ്യൂസ്ഡ് ഫ്രം 12% ടു നിൽ ഓർ 5%, മേക്കിംഗ് ഹെൽത്ത് കെയർ അഫോർഡബിൾ. ലൈഫ് സേവിങ് ഡ്രഗ്സിന്, മരുന്നുകൾക്കും അതുപോലെ മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെൻസിനും സർജറി എക്യുപ്മെൻസിനും മെഡിസിൻസിനൊക്കെ 12%, നേരത്തെ 12% ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 0%ഓ അല്ലെങ്കിൽ 5%ഓ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ദെൻ ടു വീലേഴ്സ്, സ്മാൾ കാർസ്, TV, AC, സിമെൻറ്റ് കട്ട് ഫ്രം 28% ടു 18%, ബ്രിങ്ങിങ് ദ റിലീഫ് ടു മിഡിൽ ക്ലാസ്. ഈ ഇടനിലക്കാരെ സംബന്ധിച്ചിടത്തോളം ടു വീലേഴ്സിനും ചെറിയ കാറുകൾക്കും TV-കൾക്കൊക്കെ AC-കൾക്കൊക്കെ സിമെൻറ്റുകൾക്കൊക്കെ 28% ഉണ്ടായിരുന്നത് 18%ത്തിലേക്ക് കുറച്ചു. ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു റിലീഫാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ലാബിൽ മാറ്റം വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ദെൻ ഫാം മെഷീനറി, ഇറിഗേഷൻ എക്യുപ്മെൻറ്റ് കട്ട് ഫ്രം 12% ടു 5%, റെഡ്യൂസിങ് ഫാം കോസ്റ്റ്. കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിനൊക്കെ നേരത്തെ 12% ഉണ്ടായിരുന്നത് 5% റിഫോംസിൻ്റെ ഭാഗമായിട്ട് റെഡ്യൂസ് ചെയ്തു. ദെൻ ടൊബാക്കോ, പാൻ മസാല, എയറേറ്റഡ് ഡ്രിങ്ക്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ് ടാക്സ്ഡ് അറ്റ് 40%. ടൊബാക്കോ, പാൻ മസാല പോലുള്ള ലക്ഷറി ഗുഡ്സിനൊക്കെ 40%, 40% എന്ത് ചെയ്തു, സ്ലാബിലേക്ക് ഉൾപ്പെടുത്തി ഈ റിഫോംസിൻ്റെ ഭാഗമായിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സെക്ടറിലും വിവിധ സെക്ടറിലും GST റേറ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 8 സെക്ടറിൽ വന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ടോറിയൽ ചേഞ്ചസ് ഇൻ GST സ്ലാബ്. ഏതൊക്കെ സെക്ടറിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഫുഡ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ, ഗാർഹിക മേഖലയിൽ വന്ന മാറ്റം. ദെൻ കൺസ്ട്രക്ഷൻ സെക്ടർ, നിർമ്മാണ മേഖലയിൽ വന്ന GST സ്ലാബിൽ വന്ന മാറ്റം. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റം. അതുപോലെ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ GST റേറ്റിൽ വന്ന മാറ്റം. ദെൻ സർവീസ് സെക്ടർ, സേവന മേഖലയിൽ വന്ന GST റേറ്റിൽ വന്ന മാറ്റം. ദെൻ ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ, കരകൗശല മേഖല, അതിൽ വന്ന GST റേറ്റിൽ വന്ന മാറ്റം. ദെൻ എഡ്യൂക്കേഷൻ സെക്ടർ, വിദ്യാഭ്യാസ മേഖലയിൽ GST റേറ്റിൽ വന്ന മാറ്റം. ദെൻ മെഡിക്കൽ ആൻഡ് ഇൻഷുറൻസ് സെക്ടർ, ആരോഗ്യ മേഖലയിലൊക്കെ GST സ്ലാബിൽ വന്ന മാറ്റം. ഈ 8 സെക്ടറിലും ഈ 8 മേഖലയിലും GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST റേറ്റിൽ വന്ന മാറ്റങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ. ഗാർഹിക മേഖലയിൽ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GSTയുടെ പെർസെൻറ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നോക്കിയേ, ചപ്പാത്തി, റൊട്ടി, മിൽക്ക്, പനീർ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് GST റിഫോംസ് നടപ്പിലാക്കുന്നതിൻ്റെ മുന്നേ 5% ആയിരുന്നു GST റേറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ നെക്സ്റ്റ് ജെൻ GST റിഫോംസിൻ്റെ ഭാഗമായിട്ട് 5% ഉണ്ടായിരുന്ന ഇതിൻ്റെ ടാക്സ് 0% ആയിട്ട് നിൽ റേറ്റഡ് ആയിട്ട്, അതായത് ടാക്സ് ഒഴിവാക്കിയതിന്. ഇതിനടുത്ത് നോക്കിയാൽ സോപ്പ്, ഷാമ്പൂ, ടൂത്ത് പേസ്റ്റ്. സോപ്പിനും ഷാമ്പൂവിനും ടൂത്ത് പേസ്റ്റിനൊക്കെ മുന്നേ ഉണ്ടായിരുന്നത് 12 അല്ലെങ്കിൽ 18% GST ആയിരുന്നു. എന്നാൽ ഈ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി 12 അഥവാ 18% ഉണ്ടായിരുന്ന GST അത് 5% റെഡ്യൂസ് ചെയ്തു. ദെൻ AC-ക്കും TV-ക്കും മുന്നേ 28% ആയിരുന്നു GST ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 18% ചുരുക്കി. ദെൻ കിച്ചൺ വെയർ, അടുക്കള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് 12-18% അങ്ങനെയായിരുന്നു GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ GST റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് സെക്ടർ, ഹൗസ് ഹോൾഡ് ഐറ്റംസിന് GST എന്താണ്, കുറയാണ് ചെയ്തത്. സോ അതാണ് ഹൗസ് ഹോൾഡ് സെക്ടറിൽ വന്ന GST റേറ്റിൽ വന്ന മാറ്റം. ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ സെക്ടറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിർമ്മാണ മേഖലയിൽ GST റിഫോംസ് എങ്ങനെയാണ് ബാധിച്ചത്, എത്രത്തോളം മാറ്റമാണ് നിർമ്മാണ മേഖലയിൽ ഈ റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഐറ്റം നോക്കിയാൽ സിമെൻ്റ് ആണ്. സിമെൻറ്റ് GST റിഫോം നടപ്പിലാക്കുന്നതിന് മുന്നേ 28%, 28% എന്ന് പറഞ്ഞ സ്ലാബിലാണ് ഉണ്ടായിരുന്നത്, റേറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 18%ത്തിലേക്ക് ചുരുങ്ങി.
ഇപ്പോൾ വീട് വെക്കാൻ വീട് വെക്കുന്നവർക്കൊക്കെ എന്താണ് ഒരു റിലീഫാണ് ഈ ഒരു GST റെഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, സിമെൻറ്റിന് GST റെഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ദെൻ മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്സ്, അതിന് GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു, കുറച്ചു. ദെൻ ബാംബു ഫ്ലോറിങ്ങിന് GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടറിലും പല ഉൽപ്പന്നങ്ങളുടെയും GST റേറ്റ് കുറയുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് നോക്കാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST റേറ്റിൽ വന്ന മാറ്റമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ സ്മാൾ കാർസ്, 2 വീലേഴ്സ് ബിലോ 350cc, ചെറിയ കാറുകൾക്ക് 20 ലക്ഷത്തിൻ്റെ താഴെ വരുന്ന കാറുകൾക്ക്, അതുപോലെ 2 വീലേഴ്സിനൊക്കെ 28% GST ഉണ്ടായിരുന്നത്. എന്നാൽ ഈ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കാറുകൾക്കും 2 വീലേഴ്സിനൊക്കെ 28% GST ഉണ്ടായിരുന്നത് 18% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ ബസ്, ട്രക്സ്, 3 വീലേഴ്സ്, ആൾ ഓട്ടോ പാർട്സ്, ബസ്സിനും ട്രക്കിനും ഓട്ടോ പാർട്സിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിൻ്റെ മുന്നേ 28% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 18% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു, കുറച്ചു. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും GST റേറ്റ് റെഡ്യൂസ് ചെയ്തൊക്കെയാണ് ഈ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇനി അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്, GST റേറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു GST റിഫോംസ്, നെക്സ്റ്റ് ജെൻ GST റിഫോംസ് GST കൗൺസിൽ എന്ത് ചെയ്തത്, ഇംപ്ലിമെൻ്റ് ചെയ്തത്. ട്രാക്ടേഴ്സിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ ട്രാക്ടർ ടയേഴ്സ് ആൻഡ് പാർട്സ്, ട്രാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ടയേഴ്സിനും പാർട്സിനൊക്കെ 18% റിഫോംസിൻ്റെ മുന്നേ GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ സ്പ്രിംഗ്ലേഴ്സ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലേഴ്സ്, ഇറിഗേഷൻ സിസ്റ്റത്തിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5% കുറച്ചു. ദെൻ അഗ്രികൾച്ചർ ആൻഡ് പോളിറ്ററി മെഷീൻസ്, കാർഷിക മേഖലയിലായിക്കോട്ടെ പോളിറ്ററി മേഖലയിലായിക്കോട്ടെ അതിലുപയോഗിക്കുന്ന മെഷീൻസിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെന്തായി, 5% റെഡ്യൂസ് ചെയ്തു. സോ GST റിഫോംസ് നടപ്പിലാക്കിയത് കാർഷിക മേഖലയിലെ വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ GST റേറ്റ് കുറയ്ക്കുന്നതിന് കാരണമായി. സോ GST റേറ്റ് അഗ്രികൾച്ചർ സെക്ടറിലും കുറയുകയാണ് ചെയ്തത് GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി. ഇനി സർവീസ് സെക്ടർ, സേവന മേഖലയിൽ എന്തൊക്കെ റിഫോംസ് ആണ്, എന്തൊക്കെ മാറ്റമാണ്, GST റേറ്റിൽ വന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഹോട്ടൽ സ്റ്റേ അപ് ടു 7,500 പെർ ഡേ. ഒരു ദിവസം 7,500 രൂപ റെന്റ് കൊടുക്കേണ്ടി വരുന്ന ഹോട്ടൽ റൂമിന് GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% എന്തുണ്ടായിരുന്നത്, GST റേറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ GST റിഫോംസ് നടപ്പിലാക്കിയതിന് ശേഷം അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു, കുറച്ചു. ദെൻ ജിംസ്, സലൂണ്, ബാർബേഴ്സ്, യോഗ, ഇത്തരത്തിലുള്ള ജിമ്മുകളിൽ കൊടുക്കുന്ന സർവീസുകൾക്കായിക്കോട്ടെ, അതുപോലെ സലൂണ്, ബാർബേഴ്സ്, യോഗ പോലുള്ള സർവീസുകളൊക്കെ ആയിക്കോട്ടെ, GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 18% GST റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെന്ത് ചെയ്തു, 5% റെഡ്യൂസ് ചെയ്തു. സോ സർവീസ് സെക്ടറിൽ എന്താണ് GST റേറ്റ് കുറയുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഹാൻഡിക്രാഫ്റ്റ് സെക്ടറിൽ എന്തൊക്കെയാണ്, കരകൗശല മേഖലയിൽ GST റിഫോംസിൻ്റെ ഭാഗമായിട്ട് GST റേറ്റിൽ വന്ന മാറ്റം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഹാൻഡിക്രാഫ്റ്റ് ഐഡൽസ് ആൻഡ് സ്റ്റാറ്റസ്, കരകൗശല വസ്തുക്കൾക്ക്, കരകൗശല പ്രതിമകൾക്കും വസ്തുക്കൾക്കൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്. ഇപ്പോൾ റിഫോംസിൻ്റെ ഭാഗമായിട്ട് അത് 5% റെഡ്യൂസ് ചെയ്തു, കുറച്ചു. ദെൻ പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്ങിനൊക്കെ 12% GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന GST റേറ്റ്. ഇപ്പോൾ അത് 5% എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ വുഡൻ, മെറ്റൽ ആൻഡ് ടെക്സ്റ്റൈൽ, ഡോൾസ് ആൻഡ് ടോയ്സ്, മരം കൊണ്ടുള്ള ടോയ്സിനൊക്കെ
GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 5% റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലും കരകൗശല മേഖലയിലും കരകൗശല വ്യാവസായിക മേഖലയിലും GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST സ്ലാബ് കുറയുകയാണ്, GST റേറ്റ് കുറയുകയാണ് ചെയ്തത് കരകൗശല വസ്തുക്കൾക്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എഡ്യൂക്കേഷൻ സെക്ടർ, വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റമാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ GST റേറ്റിൽ വന്ന മാറ്റമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സൈസ് ബുക്ക്, ഇറേസർ, പെൻസിൽ, ക്രയോൺ, ഷാർപ്നസ്. നോട്ട്ബുക്കിനും അതുപോലെ ഇറേസറിനും പെൻസിലും ക്രയോണിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് നിൽ റേറ്റഡ് ആക്കി 0% ആക്കി. അതിന് ഇപ്പോൾ എന്തില്ല, GST ഇല്ല. ദെൻ ജോമെട്രി ബോക്സ്, ട്രയേഴ്സ് 12% ആയിരുന്നു GST റിഫോം. ജോമെട്രി ബോക്സിനൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് എന്ത് ചെയ്തു, 5% കുറച്ചു. സോ എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും GST റേറ്റ് കുറയുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മെഡിക്കൽ ആൻഡ് ഇൻഷുറൻസ് സെക്ടർ, ആരോഗ്യ മേഖലയിൽ GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് GST റേറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 33 ലൈഫ് സേവിങ് ഡ്രഗ്സ്, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, 33 ജീവൻ രക്ഷാ മരുന്നുകൾ, ഡയഗ്നോസ്റ്റിക് കിറ്റുകൾക്കൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതെന്ത് ചെയ്തു, 0% റെഡ്യൂസ് ചെയ്തു. ദെൻ അതർ മെഡിസിൻസ് ഇൻക്ലൂഡിങ് ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, മറ്റുള്ള മെഡിസിനുകൾക്കൊക്കെ ആയുർവേദ ആയിക്കോട്ടെ, യുനാനി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12% GST ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതെന്ത് ചെയ്തു, 5% റെഡ്യൂസ് ചെയ്തു. ദെൻ മെഡിക്കൽ ഓക്സിജൻ, തെർമോമീറ്റേഴ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മെഡിക്കൽ ഉപകരണങ്ങൾക്കൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 12 to 18% GST ഉണ്ടായിരുന്നത്, GST റേറ്റ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് ചെയ്തു 5% റെഡ്യൂസ് ചെയ്തു. ദെൻ മെഡിക്കൽ, ഡെൻ്റൽ ആൻഡ് വെറ്ററിനറി ഡിവൈസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഡെൻ്റൽ ഉപകരണങ്ങൾ, ഡിവൈസൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുന്നേ 18% GST ഉണ്ടായിരുന്നത്, അതിന് GST റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അത് 5% എന്ത് ചെയ്തു, റേറ്റ് റെഡ്യൂസ് ചെയ്തു. ദെൻ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസുകൾക്കൊക്കെ GST റിഫോംസ് നടപ്പിലാക്കുന്നതിൻ്റെ മുന്നേ 18% GST കൊടുക്കേണ്ടി വരുന്നു. അത് ഇപ്പോൾ എന്താക്കി, 0 റേറ്റഡ് ആക്കി, നിൽ റേറ്റഡ് ആക്കി. ഇപ്പോൾ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോഴോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ GST കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് 0% ആണ്, നിൽ റേറ്റഡ് ആണ് GST റിഫോംസിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട 8 മേഖലകളിൽ GST റേറ്റിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ആസ് എ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. GST റിഫോംസ് നടപ്പിലാക്കിയത് എന്ത് ചെയ്തു, ഒരു നമ്മുടെ എക്കണോമിയിൽ ബൂസ്റ്റ് ഉണ്ടാക്കും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ GST റിഫോംസ് ഒരുപാട് റിലീഫാണ് ഉണ്ടാക്കുക. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സേവനങ്ങൾക്കും ഗുഡ്സിനും സർവീസിനൊക്കെ GST റേറ്റ് കുറയുകയാണ് ചെയ്തത്. സോ ഈ ഒരു GST റേറ്റിൽ വന്ന ഈ മാറ്റം സെപ്റ്റംബർ 22, 2025 തൊട്ടാണ് ഈ മാറ്റം എഫക്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ജെൻ GST റിഫോംസ് അഥവാ GSTയിൽ വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.